ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മിത്ര വീട്ടിലേക്ക് വന്ന പാടെ തന്നെ മീനാക്ഷിയെ പോയി ചുറ്റി വലിക്കുന്നുണ്ട് കേട്ടോ, സ്നേഹം കൊണ്ടിട്ടാണ്. അപ്പോൾ മീനാക്ഷിയുടെ മുഖം അത്ര തെളിച്ചൊന്നുമില്ല. അപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, അതെ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇത് ചെയ്തതെന്ന് ചേച്ചിക്ക് അറിയോ? ഞാൻ എത്ര നാളാണ് ഇവിടുന്ന് പോയിട്ട് ട്രെയിനിങ് എന്നും പറഞ്ഞിട്ട് ഇവിടുന്ന് ആരെങ്കിലും എന്നെ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ വിളിച്ചാലോട്ട് ഫോൺ പോലും എടുക്കത്തില്ല. വല്ലപ്പോഴും ആര്യം മാത്രമാണ് ഒന്ന് ഫോൺ എടുക്കുന്നത്, സംസാരിക്കുന്നത്. അതോ വിളിച്ചാലോ നേരെ ചോദിച്ച് സംസാരിക്കത്ത് പോലും ഇല്ല. എന്താ പറയാന്നറിയോ? എനിക്കേടി തിരക്കാണ്, ഞാൻ ഡെലിവറി ചെയ്യാൻ പൊക്കോണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ മറന്നോ? അങ്ങനെയൊന്നുമില്ല മോളെ. എങ്ങനെയൊന്നും ഇല്ലയെന്ന്, കൂടപ്പിറപ്പാണെന്നോ ഒരു പൊന്നനിയത്തിയാണെന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ ഇവിടുന്ന് മാറി നിന്നപ്പോൾ എൻ്റെ കാര്യങ്ങൾ ആർക്കും അന്വേഷിക്കണ്ട അല്ലേ? ഇന്നൊരാളുണ്ടല്ലോ ഏട്ടത്തിന്നും പറഞ്ഞ് ഇവിടെ. എവിടെ ദേവിയേട്ടി? എവിടെ? അത് അകത്തുണ്ട് മോളെ. ഞാൻ പോയി കണ്ടോളാം. ഒരു കാര്യം ചെയ്യ്, നിങ്ങളും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോയി കാണാം. അങ്ങനെ നേരെ അകത്തേക്ക് കയറി ചെല്ലാണ് കേട്ടോ. ഓടി ചെന്നിട്ട് ദേവിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഉമ്മ കൊടുക്കുന്നുണ്ട് മിത്ര. എന്നിട്ട് എന്തായാലും ഞാൻ ചേച്ചിയോട് പിണക്കാട്ടാ എന്നൊക്കെ പറയാൻ കേട്ടോ. എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ആർക്കും വയ്യ, എന്നെ ഫോൺ വിളിക്കാൻ വയ്യ, എന്നോട് സംസാരിക്കാൻ വയ്യ. ഞാൻ പിണക്കത്തില്ല, പക്ഷേ എൻ്റെ കുഞ്ഞാവയോട് ഞാൻ പിണങ്ങില്ല കേട്ടോ എന്നും പറഞ്ഞ് ദേവിയുടെ വയറ്റിലേക്ക് കുനിഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുക്കുവാണ് കേട്ടോ. എൻ്റെ കുഞ്ഞാവയോട് ഞാൻ ഒരിക്കലും പിണങ്ങില്ല, നിങ്ങളോട് എല്ലാവരും ഞാൻ പിണക്കമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ദേവിക്ക് സങ്കടമായി. അങ്ങനെ കരയാൻ തുടങ്ങി. അത് കാണുമ്പോഴത്തേക്കും ഇത്രയ്ക്ക് അത്ഭുതം. എന്താ ഏട്ടത്തി കരയുന്നത്? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ പിണങ്ങുന്ന കാര്യമൊക്കെ. അത് അയ്യോ ഏട്ടത്തി എന്താ ഭയങ്കരമായിട്ട് കരയണല്ലോ, എന്താ പറ്റിയ? എന്താ ഏട്ടത്തിക്ക് സംഭവിച്ചത്? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ, എന്തിനാ ഏട്ടത്തി കരയണേ? അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അതേ മോളെ, അത് നമ്മുടെ കുഞ്ഞാവ നമ്മളെ വിട്ട് പോയി, ഇനിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ മിത്ര അന്തം വിട്ട് പോവാട്ടോ. അയ്യോ എന്താ സംഭവിച്ചത്? എന്താ ഇവിടെ നടക്കുന്നത്? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. അയ്യോ ഏട്ടത്തി എന്നും പറഞ്ഞ് ഏട്ടത്തിയുടെ അടുത്ത് പോയിന്ന് കുറച്ചു നേരം കരയാണെങ്കിലും നമ്മൾ മീനാക്ഷി പെട്ടെന്ന് തന്നെ മിത്രയെ വലിച്ചിട്ട് പറയുന്നുണ്ട്, മോളിങ്ങി വന്നേ, ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നും പറഞ്ഞ് പുറത്തേക്ക് പോവാം. അവിടെ ദേവി ഇരുന്നങ്ങോട്ട് കരയാനും തുടങ്ങി. ആര്യനും ഗോമതിയും കൂടെ പുറത്തിറങ്ങി കേട്ടോ. ആ നേരത്ത് മീനാക്ഷി മിത്രയോട് നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു. യാലോക കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് മോളെ, അറിയാലോ. അപ്പുറത്തെ ആലോകൻ നമ്മളുമായിട്ട് ശത്രുവായിരുന്നില്ലേ? അനുമോളുമായിട്ട് ചെറിയൊരു റിലേഷൻഷിപ്പ് വന്നതും ഇവിടെ വന്നതും മുറിക്കകത്ത് കയറിയതും ഞാൻ പിടിക്കപ്പെടും എന്നായപ്പോൾ തന്നെ ഇവിടെ പ്രശ്നങ്ങളായി. അപ്പോൾ അതിനിടയ്ക്ക് ചെന്ന് പിടിക്കാൻ പോയ ദേവിയെടുത്തിട്ട് വയറ്റിലേക്ക് വന്ന് ആഞ്ഞ് ചവിട്ടി. ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് കേൾക്കുമ്പോൾ തന്നെ മിത്ര അന്താളിച്ച് പോവാട്ടോ. മിത്രയ്ക്ക് സഹിക്കാൻ പറ്റണില്ല. എന്നാലും അവൻ എൻ്റെ കൂടപ്പിറപ്പ് തന്നെ, പക്ഷേ അവൻ ഇത്ര ദുഷ്ടനാണോ? ദുഷ്ടനാണ് ചേച്ചി, എനിക്കറിയാം, അവൻ ദുഷ്ടൻ തന്നെയാണ്. അങ്ങനെ അവനെ വെറുതെ വിട്ടാൽ പറ്റില്ല, അവനോടൊരു പ്രതികാരം ചോദിക്കണം എനിക്ക്. എൻ്റെ ഏട്ടത്തി ഞാൻ ഒന്നുകൂടെ കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഏട്ടത്തിയുടെ അടുത്തേക്ക് വീണ്ടും ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കാരണം, ഏട്ടത്തി ഞാൻ ഒന്നും അറിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കുക ഏട്ടത്തി, നിങ്ങൾ ആരെങ്കിലും എന്നോട് വിളിച്ച് പറയാനത്തെ, ഞാൻ എന്നാലല്ലേ അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പോറേ കരയണം കേട്ടോ. ആ ദേഷ്യവും സങ്കടവും എല്ലാം ആയിട്ട് മിത്ര മുറിക്കകത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ തന്നെ ആര്യൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മിത്ര നീ ഇങ്ങനെ ഇരിക്കണേന്ന്? ആര്യ, ഇത്രയൊക്കെ സംഭവങ്ങൾ ഈ വീട്ടിൽ നടന്നിട്ടും നിങ്ങൾ ആരും ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ, അതിലെനിക്ക് പരിഭവമുണ്ട്. എടി നീ ഒരു കാര്യം ഓർത്തോ, നീ ഇവിടുന്ന് പോയ എന്തിനാ? ട്രെയിനിങ് എന്നും പറഞ്ഞ് പോയി. ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ അവിടെ നിൽക്കുമോ അതോ ഇങ്ങോട്ട് ഓടി വരുമോ? നമ്മൾ ഇത്രയും നാളത്തുള്ള ലക്ഷ്യമെല്ലാം പാഴായി പോവില്ലേ? അതൊക്കെ ശരി തന്നെ എന്നും പറഞ്ഞ് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനൊരു കാര്യം വരുമ്പോൾ ആര്യനറിയോ, ആലോക് എൻ്റെ സഹോദരനൊക്കെ തന്നെയാണ്, പക്ഷേ അവൻ ദുഷ്ടനാണ്. ആ ദുഷ്ടൻ്റെ അടുത്ത് പ്രതികാരം ചോദിക്കണ്ടേ? കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുക, എല്ലാവരും മുമ്പിൽ വെച്ച് അവനൊരെണ്ണം പൊട്ടിക്കണം. അങ്ങനെ എല്ലാം അറിഞ്ഞിട്ട് എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ആര്യം പറയണം, മിത്രേ നീ ഇപ്പം അങ്ങോട്ട് ചെന്ന് എടുത്തു ചാടി ഒന്നും പറയാനോ മിണ്ടാനോ പോവരുത്. നമ്മുടെ അനുമോൾക്കാണത് പ്രശ്നം. അതുമാത്രമല്ല, അവരെ മറ്റുള്ളവർക്ക് ആർക്കും അനുമോളുമായിട്ടുള്ള ബന്ധമൊന്നും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആലോകിന് ഇപ്പം നീ വിചാരിക്കും പോലെയല്ല, ഞങ്ങളുടെ ചുമ്മാ ഇരിക്കുന്നതാണ് നിൻ്റെ വിചാരം. കുടുംബത്തിൽ കയറി ഇത്രയും അവൻ കളിച്ചിട്ട് അവന് കൊടുക്കേണ്ടത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവന് കൈയൊക്കെ അടിച്ചൊടിച്ച് തന്നെ കൊടുത്തത്, പൂര പറമ്പാക്കി നമ്മൾ വിട്ടിട്ടുണ്ട് അവനെ. അവൻ വീട്ടിൽ ചെന്നേ എന്തായാലും അനുമോളുടെ പേരിലാണ് ഈ അടി കിട്ടിയെന്നൊന്നും അവൻ പറഞ്ഞിട്ടുണ്ടാവില്ല. ആ സമയത്ത് നമ്മളും അങ്ങോട്ട് പോയി ഇനി അത് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ മിത്രയോട് പറഞ്ഞത്. എന്നാലും എനിക്ക് സഹിക്കാനാവണില്ല ഇത്. എൻ്റെ ഏട്ടത്തിക്ക് ഇത്രയും വലിയൊരു സങ്കടം ഈ വീട്ടിൽ നടന്നല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് മിത്ര ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടപ്പെട്ട് ആര്യനോട് കാര്യങ്ങളൊക്കെ പറയാട്ടോ. അപ്പം
അതുപോലെ തന്നെ ബാലനാണെങ്കിൽ നമ്മുടെ അനുമോൾക്ക് വേണ്ടിയിട്ട് വിവാഹാലോചനകളൊക്കെ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചിട്ട് ഓരോ ബ്രോക്കർമാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബ്രോക്കർ കടയിലേക്ക് ഒരു ഫോട്ടോയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എങ്ങനെയുണ്ട് ബാലേട്ടാന്ന് ചോദിക്കുകയാണ്. ഈ പയ്യൻ കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയണ്ട. എന്നിട്ട് രാമേട്ടനെയും കാണിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വന്ന ബ്രോക്കർ പറയാനുണ്ട്, അതെ ഈ പയ്യനെ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ, ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അമേരിക്കയിലാണ് സെറ്റിലായിട്ടുണ്ട് അവർ. പിന്നെ അച്ഛനും അമ്മയാണെങ്കിൽ ഒരു പഞ്ചപാവമാണ്, നല്ല കുടുംബവും ഒക്കെയാണ്. അപ്പോൾ രാമേട്ടൻ പറയുന്നുണ്ട്, പയ്യനും കാണാൻ നിരക്കേടില്ല, നല്ല പയ്യനാണ്, ബാക്ക്ഗ്രൗണ്ടൊക്കെ കേട്ടിട്ട് എല്ലാം കൊള്ളാമെന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ നമുക്ക് ഇതൊന്ന് ആലോചിക്കാം. ഒരു കാര്യം ചെയ്യും, ഈ ഞായറാഴ്ച തന്നെ അനുമോളെ അവരുടെ അടുത്ത് വന്ന് കാണാൻ പറ എന്ന് ബാലൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അയാളെ. ആ സമയത്ത് രാമേട്ടൻ ചോദിക്കുകയാണ്, എന്താ ബാല നീ ഇത്ര പെട്ടെന്ന് അനുമോൾക്ക് വിവാഹം നടത്തുന്നത്? നേരത്തെ നീ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞതെന്ന്. അവളുടെ കല്യാണം ഇപ്പോഴൊന്നും വേണ്ട, അവൾ പഠിക്കുന്ന കുട്ടിയല്ലേ, പഠിക്കട്ടെ, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അവളുടെ ഇഷ്ടപ്രകാരം നടത്തി കൊടുക്കണമെന്നൊക്കെയല്ലേ നീ പറഞ്ഞിരുന്നത്, പിന്നെ എന്താ ഇപ്പം? ബാലേട്ടാ, മക്കളെ കണ്ടും മാമ്പു കണ്ടും എന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ എന്ന് രാമേട്ടാന്ന് പറഞ്ഞ് സംസാരിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും രാമേട്ടൻ ചോദിക്കണം, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ലെന്നേ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഏത് വഴിക്കാ എങ്ങനെയൊക്കെ പോകുന്നതെന്ന് ആർക്കറിയാം, അതുകൊണ്ടാണ് എത്രയും വേഗം കാര്യങ്ങളൊക്കെ ഒഴിച്ചു വെച്ചാൽ നമുക്കത്ര സമാധാനം ഉണ്ടാവുമല്ലോ എന്ന് ബാലൻ ഇങ്ങനെ പറയാൻ കേട്ടോ. അത് കഴിഞ്ഞാണ് ആകാശ് ധർമ്മനും കൂടെ കടയിലേക്ക് കയറി വരുന്നത്. ഞാനേ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാം, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ, ലോഡ് വരും, എല്ലാം പറക്കിയൊക്കെ വെച്ചേക്കണം. രാമേട്ടാ, വേറെ ചില കടയുടെ ആവശ്യമായിട്ട് തന്നെയാണ് ഞാൻ പുറത്തേക്ക് പോവാണ്, പെട്ടെന്ന് വരാൻ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ബാലനും പുറത്തേക്ക് പോവാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമംഗലത്തൊരു നോട്ടീസ് വന്നിട്ടുണ്ട്. മീനാക്ഷി അയച്ചതാണ് കേട്ടോ. കാരണം അവിടെ നടക്കുന്ന ആ ഒരു ഫാക്ടറി ഇവർ നടത്താൻ ഉദ്ദേശിക്കുന്നില്ലേ, അത് എത്രയും വേഗം പൊളിച്ച് മാറ്റണം, അല്ലെങ്കിൽ ചെയ്യേണ്ടതിന് കറക്റ്റ് രേഖകൾ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാണിംഗ് നോട്ടീസാണ് അയക്കുന്നത്. ഇത് കൈ കിട്ടുന്നത് തന്നെ അനന്തൻ്റെ കയ്യിലാണ് കേട്ടോ. അങ്ങനെ അനന്തൻ അത് കാണുമ്പോൾ തന്നെ വായിച്ചു കഴിഞ്ഞ് ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് അച്യുതനും ഇറങ്ങി വരുന്നുണ്ട്. എന്താ ഏട്ടാ, എന്താ പറ്റി? നീ തന്നെ അത് വായിച്ച് നോക്ക് എന്നും പറഞ്ഞ് അതിനെ കയ്യിലേക്ക് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അച്യുതനാണെങ്കിൽ അത് വായിച്ച് നോക്കുക. ആ സമയത്ത് അച്യുതൻ അത് വായിച്ചിട്ട് ദേഷ്യം പിടിച്ചിട്ട് അനന്തേട്ടനോട് പറയേണ്ട, ഇവൾക്കേ അഹങ്കാരത്തിൻ്റെ അങ്ങ് അറ്റമാണ്, അവൾ എന്ത് പണിയാണ് കാണിച്ച് ഇടിച്ച് പൊളിച്ച് കളയണമെന്നോ അല്ലെങ്കിൽ രേഖകൾ കാണിക്കണമെന്നോ? ഇവൾ ആരാ അവിടുത്തെ? അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ല, ഇതിനൊരു മറുപടി കൊടുത്തേ പറ്റുള്ളൂ. ഞാനെന്ന് അവളുടെ ഓഫീസ് വരെ പോട്ടെ, നിൽക്ക് നീ അടങ്ങി നിൽക്ക്, സമാധാനമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മയും രാജശ്രീ നന്ദിതയും കൂടെ വന്നിട്ട് എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയോട് ഈ കാര്യം പറയേണ്ടത് അച്യുതൻ, അമ്മയുടെ മീനാച്ചി മോളുണ്ടല്ലോ, മീനാച്ചി മോള്, അവളെ ഞങ്ങൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു, എത്രയും വേഗം നമ്മൾ അവിടെ തുടങ്ങാനിരിക്കുന്ന ഫാക്ടറി ഇല്ലേ അത് ഇടിച്ച് പൊളിച്ച് കളയണം. അവൾ അങ്ങനെ പറഞ്ഞു, ഇടിക്കാൻ പൊളിക്കുന്നു, അവൾ വിചാരിച്ചാൽ അങ്ങ് നടക്കുമോ എന്നിങ്ങനെ അമ്മ ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്ടേ, അതെ രേഖകളൊക്കെ കറക്റ്റാണല്ലോ അല്ലേ, രേഖകളെല്ലാം കൊണ്ട് ചെല്ലണമെന്ന് അവൾ പറഞ്ഞിരിക്കണേ, എല്ലാം കറക്റ്റ് അല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ തന്നെ ടെൻഷൻ അടിക്കുന്നത്? അപ്പോൾ ആദ്യം ഒന്ന് പരിങ്ങാട്ടോ നമ്മുടെ അച്യുതനും അനന്തനും. പിന്നെ അപ്പോൾ വീണ്ടും അമ്മ പറയുന്നുണ്ട്, നമ്മളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ആർക്കും ഒന്നും ഇടിച്ച് കളയാനൊന്നും പറ്റത്തില്ല, ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവർ പറയണ കേൾക്കേണ്ടി വരും. അമ്മ അവരുടെ സൈഡിൽ നിന്ന് പറയല്ലേ, അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്തായാലും അവളോട് രണ്ട് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് അച്യുതൻ. അപ്പോൾ വീണ്ടും അമ്മയും എല്ലാവരും കൂടെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിലും ആ നേരത്തെ രാജശ്രീ ഏറ്റു കൊടുക്കാൻ കേട്ടോ. അച്യുതേട്ടാ, ഇത് പോയി ചോദിക്കണം, കൃഷ്ണമംഗലത്തുകാർ ദേവമംഗലത്തുകാരുടെ മുന്നിൽ കുറേ ആയി തല താഴ്ത്താൻ തുടങ്ങിയിട്ട്, ഇത് കുറച്ച് കടന്ന കൈയാണ്, നമ്മൾ എന്തെങ്കിലും അവരുടെ അടുത്ത് ചെയ്തു എന്നും പറഞ്ഞാൽ അവർ ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? എത്ര ലക്ഷം രൂപ കൊടുത്ത് നടപ്പിലെടുത്ത ആ ഒരു ഫാക്ടറിയാണ്, അത് അവളെ നിസ്സാരം പോലെ ഇടിച്ച് പൊളിച്ച് കളയാൻ പറഞ്ഞാൽ പിന്നെ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ട് വന്നേക്കില്ലേ, ആ സ്ഥാപനത്തിൽ അവൾക്ക് മാത്രമേ ഉള്ളൂ അച്യുത ആനന്ദേട്ടാ കുഴപ്പം, ബാക്കി മറ്റുള്ളവർക്കൊന്നും കുഴപ്പമില്ല, എല്ലാവരും ലൈസൻസിന് വേണ്ടി കാര്യങ്ങൾ ശരിയാക്കി തരാമെന്നാണ് പറയണത്, അവളാണ് സമ്മതിക്കാത്തത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ അവൾ മനഃപൂർവ്വമാണെന്ന്? നമ്മുടെ മന്ത്രിമാർക്ക് പോലും ഒരു കുഴപ്പമില്ല, പിന്നെയല്ലേ അവൾ. അതുകൊണ്ട് ഞാൻ പോയി ഒന്ന് ചോദിച്ചേ പറ്റൂ. അച്യുത, ഞാൻ പറയണ കേക്ക്, ചാടിക്കയറി അവിടെ പോയി ഒന്നും സംസാരിക്കുക ഒന്നും വേണ്ട. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല, എന്നാൽ നോട്ടീസ് കിട്ടിയ സ്ഥിതിക്ക് അവളെ ഒന്ന് ചെന്ന് കാണണ്ടേ, അതുകൊണ്ട് ഇങ്ങോട്ട് എടുക്കുക നോട്ടീസ്, ഞാൻ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അച്യുതൻ ആ നോട്ടീസും കൊണ്ട് നേരെ ഓഫീസിലേക്ക് ചെല്ലാട്ടെ മീനാക്ഷിയുടെ. എന്നിട്ട് മീനാക്ഷിയുടെ മുമ്പിലേക്ക് ചെന്ന പാടെ തന്നെ അതുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പറയടി, നീ എന്ത് പണിയാടി കാണിച്ചത്? നീ പറയുമ്പോൾ ഞങ്ങൾ ഇടിച്ച് കളയണമെന്നാ ഈ നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കെട്ടിടം? സൂക്ഷിച്ച് സംസാരിക്കണം, എടി പൊടിന്നൊന്നും എന്നെ വിളിച്ചേക്കരുത്, ഒന്നീ എൻ്റെ പേര് വിളിക്കണം മീനാക്ഷി, അല്ലാന്നുണ്ടെങ്കിൽ മാഡം എന്ന് വിളിക്കണം, മനസ്സിലായല്ലോ?
ഓ ശരി മാഡം, എന്നാൽ പിന്നെ മാഡം ഇതൊന്ന് കേട്ടോളൂ. ഇവിടെയുള്ള മറ്റുള്ളവർക്കൊന്നും ഒരു കുഴപ്പമില്ല, മന്ത്രിമാർക്കൊരു കുഴപ്പമില്ല, നിനക്ക് മാത്രം എന്താ, അയ്യോ സോറി, മാഡത്തിന് മാത്രം എന്താ ഇത്ര കുഴപ്പം? അതുകൊണ്ട് മാഡം എത്രയും വേഗം ഇതൊന്നും ശരിയാക്കി തന്നില്ലെങ്കിൽ വിവരം അറിയും, ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അതെ, നിങ്ങളെ കൃഷി ഇറക്കുന്ന ഭൂമിയോട് ചേർത്തിട്ടാണ് ഈ ഒരു ഫാക്ടറി തുടങ്ങുന്നത്. തൊട്ടടുത്ത് കൃഷിഭൂമിയാണ്, അതിനടുത്ത് അനധികൃതമായിട്ട് ഇങ്ങനെ ഒരു ഫാക്ടറി നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇത് മറ്റുള്ള കാര്യത്തിന് എല്ലാത്തിനും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒന്നീ നിങ്ങൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള നിങ്ങളുടേതാണെന്നുള്ള തെളിയിക്കുന്ന രേഖകളും കാര്യങ്ങളും നിങ്ങൾ കൊണ്ടുവരണം. എങ്കിലും ഓക്കെ, നിങ്ങൾക്കത് ഞാൻ സൈൻ ചെയ്ത് തരും. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഇടിച്ച് പൊളിച്ച് കളയുക തന്നെ ചെയ്യും. പിന്നെ ഇടിക്കും, അതിലൊരു കല്ല് പോലും തൊടാൻ ഞാൻ സമ്മതിക്കില്ലടി നിന്നെ. കാണിച്ചു തരാം, പിന്നെ കാണിച്ചു തരും. ഒരു കല്ലല്ല, ആ കെട്ടിടം മുഴുവനായിട്ട് ഞാൻ ഇടിച്ച് തള്ളും എന്നിങ്ങനെ ദേഷ്യം പിടിച്ച് മീനാക്ഷി അയാളുടെ മുമ്പിൽ ചീറിക്കൊണ്ട് നിൽക്കാട്ടോ അച്യുതൻ്റെ മുന്നിൽ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.